ഇന്ന് നമുക്ക് ഡിംസം ഉണ്ടാക്കാം. ചൈനീസിൻ്റെ ഒരു ടൈപ്പ് ഡംപ്ലിംഗ് ആണത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. ഇത് വളരെ ചെറുതാണ് കേട്ടോ, ബൈറ്റ് സൈസാണ് ഉണ്ടാവുള്ളൂ. പിന്നെ അത് സെർവ് ചെയ്യണതും കുക്ക് ചെയ്യണതൊക്കെ ഇതുപോലെ ഒരു ബാമ്പു ബാസ്ക്കറ്റിലായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് തിളപ്പിക്കാനായിട്ട് വെക്കുക. അതിലേക്ക് വയലറ്റ് ക്യാബേജ് ഇതുപോലെ ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. അത് നന്നായി തിളച്ച് വരണം. അതിൽ ആ വയലറ്റ് കളർ ഇതുപോലെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വരണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ എമൗണ്ട് വളരെ കുറച്ച് മതി, നമുക്ക് അത്രയേ ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ വെള്ളം വല്ലാണ്ട് കൂടി കഴിഞ്ഞാൽ കളറ് കുറയും. അപ്പോൾ ഇനി ഇതതിൻ്റെ ആ കൊറ്റൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി ആ ഒരു ചാറ് നമ്മളവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പച്ചപ്പട്ടാണിയാണ് അതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് അരക്കപ്പ് പട്ടാണി ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ കുക്കായി വന്നിട്ടുണ്ട്. അതിൽ വെള്ളമെല്ലാം നന്നായി വറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10 അല്ലി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു അരയിഞ്ചിൻ്റെ ഇഞ്ചി കഷ്ണം കൂടെ ചെറുതായിട്ട് പൊടിയായി അരിഞ്ഞിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നമുക്ക് പച്ചക്കറികൾ ഇഷ്ടമുള്ളത് ചേർത്തെടുക്കാം. ഞാൻ ഇവിടെ ബീൻസും കുറച്ച് ഉരുളക്കിഴങ്ങ് ചേർക്കുമ്പോൾ ചീവിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ക്യാരറ്റും അത് ഞാൻ എടുക്കുന്നുണ്ട്. ചീവിയിട്ട് ഉരുളക്കിഴങ്ങ് ഞാൻ ചീവിയിട്ട് വെള്ളത്തിലിട്ട് അതിൻ്റെ സ്റ്റാർച്ചെല്ലാം കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു ചെറിയ സൈസ് ക്യാരറ്റും കൂടെ ചീവിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് വേവാനായിട്ട് അങ്ങനെയാണ് നമ്മളിങ്ങനെ ഗ്രേറ്റ് ചെയ്തിടുന്നത്. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഇതാ വെന്ത് വന്നിട്ടുണ്ട്. ആ സമയത്ത് കുറച്ച് ഒരു ചെറിയ കഷ്ണം പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാബേജ് ഒരു 1/4 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പനീറിൻ്റെ പീസസ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പനീർ ഫ്രൈ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെറുതാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അര ടീസ്പൂൺ ഗരം മസാലയോ ചിക്കൻ മസാല എന്താ വെച്ചാൽ ചേർക്കാം. പിന്നെ 2 ടീസ്പൂൺ സോയാ സോസും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ആക്കുക വേണ്ട. അപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട്. ഇതിൽ ഇഷ്ടമുള്ള ഫില്ലിങ്സൊക്കെ നമുക്ക് ചേർക്കാം. അപ്പോൾ അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി സവാളയും കൂടി ചേർത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരുന്നെന്ന് തോന്നി. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അതും കൂടി ചേർക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച അതിൻ്റെ റാപ്പ് കേട്ടോ, അതിൻ്റെ റൈസ് റാപ്പ് നമുക്ക് മേടിക്കാൻ കിട്ടും ഇതുപോലെ. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ. അപ്പോൾ അതിനനുസരിച്ചിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ ആ ഒരു ഷേപ്പിനനുസരിച്ചിട്ട് നമ്മൾ ആ ഡിസൈനനുസരിച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ, അല്ലെങ്കിൽ പൊടിയായിട്ട് പൊടിഞ്ഞിട്ട് വരും. അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ആ വലിപ്പത്തിനനുസരിച്ച് ചെറിയ ബൈറ്റ് സൈസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു വട്ടം 4 ആക്കിയിട്ട് മുറിച്ചിട്ടുണ്ട്. അത് ഇതുപോലെ ആ ഇതിലേക്ക് ഡിപ്പ് ചെയ്തിടുക. നമ്മൾ ആ വയലറ്റ് വെള്ളത്തിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ഒരു 30 സെക്കൻഡൊക്കെ ഒന്ന് വെച്ച് തളർന്ന് ഇങ്ങനെ വരും. അപ്പോൾ അതെടുത്തിട്ട് എണ്ണ പറ്റി വെച്ചിരിക്കുന്ന ഒരു ചപ്പാത്തി പലകയിലേക്കാണ് വെച്ചിട്ട് ഇതുപോലെ ഫില്ലിങ്സ് ഇട്ടിട്ട് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മടക്കി ഇത് വെക്കുക. അത്രയേ ഉള്ളൂ. നന്നായിട്ട് ഒട്ടിയിരിക്കും കേട്ടോ അത് ആ റൈസിൻ്റെ കാരണം. എന്നിട്ട് ഇതാണ് ബാമ്പു ബാസ്ക്കറ്റ്. ഈ ഒരു ബാമ്പു ബാസ്ക്കറ്റിലാണ് നമ്മൾ കുക്ക് ചെയ്യണത്. ഞാൻ ബട്ടർ പേപ്പറിൽ കുറച്ച് ഓയിലും കൂടെ തടവി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വേണം നമ്മളിത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കാൻ. അപ്പോൾ ഈ മൂടി വെച്ചിട്ടാണ് കുക്ക് ചെയ്യേണ്ടത്. പക്ഷേ ഞാൻ ആ മൂടി എടുക്കണില്ല, അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. അപ്പോൾ ഞാനതവിടെ മാറ്റി വെച്ചു. ബാക്കിയുള്ളത് നമ്മൾ ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിംസം റെഡി ആയിട്ടുണ്ട്.